ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ് നമ്മൾ ചാനലിലൂടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് വാച്ച് ചെയ്യാത്തതുണ്ടെങ്കിൽ ആ ക്ലാസ് പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യാം. FIUGP BCom BBA റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മൊഡ്യൂൾ 2 വരുന്നത് അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് ആണ്, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിങ്. നമുക്കറിയാം, വൻകിട കമ്പനികൾക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. അത്തരം ബ്രാഞ്ചുകളുടെ കമ്പനികൾ അവരുടെ ഓരോ ബ്രാഞ്ചിലെയും പ്രോഫിറ്റ് ലോസ്, അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണിത് ബ്രാഞ്ച് അക്കൗണ്ടിങ്. അതിൻ്റെ കറക്റ്റ് മീനിങ് നോക്കാം. ബ്രാഞ്ച് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എന്താണ്? ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇൻ വിച്ച് സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ഫോർ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകൾക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലെയും പ്രോഫിറ്റും ലോസ് അറിയുന്നതിന് വേണ്ടിയും അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയും ഓരോ ബ്രാഞ്ചിലെയും അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളുടെ പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷനും അറിയുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പറഞ്ഞ പേരാണിത് ബ്രാഞ്ച് അക്കൗണ്ടിങ്. മറ്റൊരു സിമ്പിൾ മീനിങ് നോക്കാം. അക്കൗണ്ടിങ് സിസ്റ്റം അഡോപ്റ്റ് ടു കൺട്രോൾ ദി ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബ്രാഞ്ചസ് ഈസ് നോൺ ആസ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു എന്തിനാണ്? ടു കൺട്രോൾ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബ്രാഞ്ചസ്. ഒരു ബ്രാഞ്ചിലെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പറഞ്ഞ പേരാണിത് ബ്രാഞ്ച് അക്കൗണ്ടിങ്. മറ്റൊരു സിമ്പിൾ മീനിങ്, ബ്രാഞ്ച് അക്കൗണ്ടിങ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഓഫ് ബ്രാഞ്ചസ്. അല്ലേ, ബ്രാഞ്ചുകളുടെ അക്കൗണ്ടിങ് ആണിത് ബ്രാഞ്ച് അക്കൗണ്ടിങ്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ മീനിങ്ങും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് നീഡ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്സിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ അല്ലെങ്കിൽ നീഡുകൾ. ഫസ്റ്റ് പോയിന്റ്, ടു അസർട്ടൈൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബ്രാഞ്ചിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടെത്താൻ വേണ്ടി ബ്രാഞ്ച് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ടു ഇവാലുവേറ്റ് ബ്രാഞ്ച് പെർഫോമൻസ്. ഓരോ ബ്രാഞ്ചിലെയും പെർഫോമൻസ് വിലയിരുത്താൻ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു. ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനെയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ ബ്രാഞ്ച് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ടു ഡിറ്റക്റ്റ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്. ഫ്രോഡുകളും എറേഴ്സുകളും, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്, എറേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകളാണ്. അത് ഡിറ്റക്റ്റ് ചെയ്യാണ്, അല്ലേ, നമുക്ക് കണ്ടെത്താൻ എന്ത് സഹായിക്കുന്നു? ബ്രാഞ്ച് അക്കൗണ്ടിങ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ടു കമ്പയർ പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലെയും പെർഫോമൻസ് അറിയാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് ടു നോ ബ്രാഞ്ച് വൈസ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. ഓരോ ബ്രാഞ്ചിലും എത്ര അസറ്റുകളുണ്ട്, എത്ര ലാബിലിറ്റീസ് ഉണ്ട് എന്നറിയാൻ സഹായിക്കുന്നു. ടു എൻഷുർ പ്രോപ്പർ അക്കൗണ്ടിങ് ഓഫ് ബ്രാഞ്ച് ട്രാൻസാക്ഷൻ. ഓരോ ബ്രാഞ്ചിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എത്രമാത്രം കൃത്യതയോടെ നടക്കുന്നത് എന്ന കാര്യങ്ങൾക്ക് അറിയാൻ സഹായിക്കുന്നു. ടു ഹെൽപ്സ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് എങ്ങനെയൊക്കെയാണ് തീരുമാനമെടുക്കുന്നത്, ആ തീരുമാനങ്ങൾ എടുക്കാൻ, ഓരോ ബ്രാഞ്ചിൻ്റെയും തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി ഓഫ് ബ്രാഞ്ച് മാനേജേഴ്സ്. അക്കൗണ്ടബിലിറ്റി, ബ്രാഞ്ച് മാനേജേഴ്സിൻ്റെ അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് ടു കംപ്ലൈ ദി ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. കമ്പനി ആക്ട് 2013 പ്രകാരം ഓഡിറ്റുകൾ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. പ്രധാനമായിട്ടും 2 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചും മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 2 ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് പഠിക്കുന്നത്.
അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, പ്രോബ്ലം കാര്യങ്ങളുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ആ കാര്യം കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഓൾ അക്കൗണ്ട്സ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എല്ലാ അക്കൗണ്ടുകളും ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. അത്തരം ബ്രാഞ്ചിനെ നമ്മൾ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഹെഡ് ഓഫീസ് കീപ്പ് ഓൾ റെക്കോർഡ്സ്. എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളുള്ള കമ്പനി, അവിടെ എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നതിന് അവിടെ ഹെഡ് ഓഫീസാണ്. അതായത് ഇവിടെ ഹെഡ് ഓഫീസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രാഞ്ചുകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലേ. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്ന് പറയും. അപ്പോൾ നിങ്ങളൊക്കെ പലവരും പാരൻസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേക്കാം. അതുപോലെ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ബ്രാഞ്ചുകളാണെന്ത്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. കോമൺ ഇൻ സ്മാൾ റീറ്റെയിൽ ചെയിൻ അല്ലേ. സ്മാൾ റീറ്റെയിൽ ചെയിനിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബ്രാഞ്ച് സിസ്റ്റമാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണെന്ത്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് എഴുതാം. നോ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇവിടെ എന്തില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് ഇല്ല. ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇല്ല. കൂടുതൽ കാര്യങ്ങൾ എന്താണ്, ഹെഡ് ഓഫീസിൻ്റെ അണ്ടർ കൺട്രോളിലാണ്. അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് ബൈ ഹെഡ് ഓഫീസ്. അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ഗുഡ്സ് സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ്. ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതും ഹെഡ് ഓഫീസാണ്. ലിമിറ്റഡ് പവർ ഓഫ് ബ്രാഞ്ച് മാനേജർ അല്ലേ. ഒരു ബ്രാഞ്ചിലെ മാനേജർക്ക് ലിമിറ്റഡ് പവർ ഉള്ളൂ. മെയിൻ പവർ എന്താണ്, ഹെഡ് ഓഫീസിലെ മാനേജർക്കാണ്. ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ക്യാഷ് എന്ത് ചെയ്യുന്നു, ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. എക്സ്പെൻസുകൾക്ക് എന്ത് ചെയ്യുന്നു, ഹെഡ് ഓഫീസ് പേയ്മെൻറ്റ് നടത്തുന്നു. ഫുൾ ഡിപ്പെൻഡൻ്റ് ഓൺ ഹെഡ് ഓഫീസ്. എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് കറക്റ്റ് മീനിങ്. ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ഹെഡ് ഓഫീസ്. സൂട്ടബിൾ ഫോർ സ്മാൾ ബ്രാഞ്ചസ്. ചെറിയ ചെറിയ ബ്രാഞ്ചുകളിന് സൂട്ടബിളാണ്. പ്രോഫിറ്റ് ഓർ ലോസ് ഡിറ്റർമൈൻഡ് ഹെഡ് ഓഫീസ് അല്ലേ. പ്രോഫിറ്റും ലോസും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ്. 4 മെത്തേഡുകളാണ് ഇവിടെ വരുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഡെപ്റ്റർ സിസ്റ്റം. രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. മൂന്നാമത്തെ മെത്തേഡ് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം. നാലാമത്തെ മെത്തേഡ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. എന്നിങ്ങനെ 4 മെത്തേഡാണുള്ളത്. ഇതിൽ ഫസ്റ്റ് 2 മെത്തേഡ്, അതായത് ഡെപ്റ്റേഴ്സ് മെത്തേഡും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡും, ഈ 2 മെത്തേഡാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 മെത്തേഡ് കൃത്യമായിട്ട് അറിയുക, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പറയാം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ടിൽ പ്രോബ്ലം ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് പഠിച്ചാണ്. മറ്റു അക്കൗണ്ടുകളൊന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബ്രാഞ്ച് അക്കൗണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൽ ഓരോ കാര്യങ്ങളും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവിടുന്ന് ചോദ്യങ്ങൾ വരും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് വരുന്നത് ഡെപ്റ്റർ സിസ്റ്റമാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് ഓൺലി 1 അക്കൗണ്ട് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഹെഡ് ഓഫീസ്, ബ്രാഞ്ചുകളുടെ ഹെഡ് ഓഫീസ് ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ഓരോ ബ്രാഞ്ചിനും ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ദിസ് 1 അക്കൗണ്ട് ഈസ് കാൾഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ആ ഒറ്റ അക്കൗണ്ടിന് പറഞ്ഞ പേരാണിത് ബ്രാഞ്ച് അക്കൗണ്ട്.
അപ്പോൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റം പ്രകാരം ഹെഡ് ഓഫീസ് ഒരു അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ആ അക്കൗണ്ടിന് പറഞ്ഞ പേരാണ് എന്ത്? ബ്രാഞ്ച് അക്കൗണ്ട്സ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.